പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവറെ പോലീസുകാർ മർദ്ദിച്ചെന്ന് പരാതി. AKG സെന്ററിലെ ജീവനക്കാരെ അനൂപ് പിക്കെയ്ക്ക് മർദ്ദനമേറ്റെന്നാണ് പരാതി. മെയ് 30-ന് പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി മടങ്ങുമ്പോഴായിരുന്നു മർദ്ദനം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരം ചെയ്യുന്നു. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? നിലവിൽ ഈ പരാതിയിൽ കേസായിട്ടുണ്ട്? സുഹൈല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവറായിട്ടുള്ള AKG സെന്റർ ജീവനക്കാരനെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. AKG സെന്ററിലെ ജീവനക്കാരനായിട്ടുള്ള അനൂപ് PK അദ്ദേഹമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്ന സംഭവം മെയ് 30 വൈകിട്ട് 4 മണി സമയത്ത് പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ കയറ്റിവിടാൻ പോകുന്നതിനിടെ അദ്ദേഹത്തെ പോലീസ് ആക്രമിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ സ്റ്റേഷനകത്തേക്ക് കയറിപ്പോയതിനു ശേഷം ഇദ്ദേഹം വാഹനം മാറ്റിയിടാൻ ശ്രമിക്കവേ വണ്ടി എടുത്തു മാറ്റണം എന്ന് ആക്രോശിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ ഇദ്ദേഹത്തെ ആക്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്ന കാര്യം. അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ച് തള്ളുകയും അതേപോലെ ചില മോശം പരാമർശങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നടത്തുകയും ചെയ്തുവെന്ന് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സംഭവം തനിക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഇക്കാര്യത്തിൽ അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ നടത്തണം എന്നുള്ളതുമാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്ന കാര്യം. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് ജയൻ, മറ്റൊരാൾ ശരത്ത് എന്നീ പോലീസുകാരാണ് ആക്രമിച്ചതെന്നുള്ള കാര്യവും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. പരാതി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിലേക്ക് എത്തുന്നുണ്ട്. ഈ പരാതിയിൽ അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളും ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. സുഹൈൽ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡ്രൈവറെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ DGP കൈമാറിയിരിക്കുന്ന സംഭവത്തിൽ കേസെടുക്കാൻ സാധ്യതയുണ്ട്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.